കൂട്ടുകാരെ, കോഴിമുട്ട അടവെച്ച് വിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് കോഴിക്കുഞ്ഞാണ്. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു വരണം. നമ്മൾ നദിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അടികൈ. ഇവന്മാരുടെ വൃത്തികെട്ട കളി തുടങ്ങിക്കഴിഞ്ഞു. വേഗം വാ, നമുക്ക് പോയി ടെന്റ് ഉണ്ടാക്കാം. പോപ്പട്ടെ, വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ മെക്കാനിക്കിനെ വിളിക്കണം. ഈ ചെറിയ കാര്യത്തിന് വേണ്ടി നീ എന്തിന് ആയുധമെടുക്കണം? അയ്യോ, പേടിക്കണ്ട കന്നാ സാറേ, ഞാനിത് മണ്ണളക്കാൻ വേണ്ടി എടുത്തതാ. ഓ സോറി. വാ, നമുക്ക് വേറെ ടെന്റ് ഉണ്ടാക്കാം. കൊള്ളാം, അടിപൊളി പൂവാണല്ലോ ഇത്. നമ്മൾ മനോഹരമായി കഴിഞ്ഞു. ഞങ്ങളും. എടാ സണ്ണി, നിങ്ങൾ ഈ ബോട്ടും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? എടാ, ഇത് വെറും ബോട്ടൊന്നുമല്ല, റിവർ റാഫ്റ്റിംഗ് ബോട്ടാണ്. അല്ല, നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. റിവർ റാഫ്റ്റിംഗ് ചെയ്യണമെങ്കിലേ നല്ല ധൈര്യം വേണം, മനസ്സിലായോ? നിങ്ങളുടെ പക്കൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ. ഇതെവിടെ പോയി കാണുന്നില്ലല്ലോ. നീ എന്താണ് അന്വേഷിക്കുന്നത് ഹണി? ഞാൻ ധൈര്യത്തെ അന്വേഷിക്കുകയാണ്. ധൈര്യത്തെ എടുത്തു വെക്കണമെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. ചിലപ്പോ ട്രക്കിൽ വെച്ച് നമ്മൾ മറന്നായിരിക്കോ? എടാ സണ്ണി, ഈ ലോകത്തിൽ ബണ്ണിയെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല, അല്ലേ കൂട്ടുകാരെ? അതെ, ബണ്ണിയെ കൊണ്ട് വീട് നന്നായി വൃത്തിയാക്കാൻ കഴിയും, അവനെ കൊണ്ട് തുണി നന്നായി ഇളക്കാൻ കഴിയും, അവനെ കൊണ്ട് ചപ്പാത്തി നന്നായി ഉണ്ടാക്കാനും കഴിയും. മതി, ഒന്ന് മതിയാക്ക്. അവർക്കെല്ലാം അറിയാം. ഓഹോ, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ ഇരിക്കെ. നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ റിവർ റാഫ്റ്റിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. ആര് ജയിക്കുന്നുവോ അവരായിരിക്കും റിവർ റാഫ്റ്റിംഗിന്റെ ചാമ്പ്യൻ. എടാ, കിറ്റി പറഞ്ഞതുകൊണ്ട് എനിക്ക് സമ്മതമാണ്. എന്റെ കൂട്ടുകാരെ, AIOO. മാപ്പിൽ നോക്കൂ, ഫിനിഷിംഗ് പോയിന്റ് ഇവിടെയാണ്. എന്റെ കിറ്റി, നീ അടിക്കൊരു വിസില്. Get set go. ഒന്ന് ആഞ്ഞ് തൊഴയടാ. എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ തുഴയുന്നുണ്ട്. എന്റെ സൈസ് നീ കണ്ടില്ലേ? അത് ഒത്തല്ല എനിക്ക് തുഴയാൻ പറ്റൂ. ആഞ്ഞ് തുഴഞ്ഞ് എന്തെങ്കിലും തെറ്റ് പറ്റിയാ പിന്നെ നീ എല്ലാം കൊണ്ട് എന്നെ കുറ്റം പറയാൻ വന്നാലുണ്ടല്ലോ, അപ്പൊ എന്റെ സ്വഭാവം മാറും. സംശയമുണ്ടോ? സംസാരമൊക്കെ മതിയാക്കിയിട്ട് വേഗം തുഴയാൻ നോക്ക്. അവന്മാരെ ബോട്ടിൽ കൊണ്ടുവന്ന് ഇടി കൊടുക്ക വേഗം. ഇവന്മാർക്ക് എന്ത് തോന്നിയസാ കാണിക്കുന്നത്? ഉടൻ തന്നെ സർക്കാരിനോട് പറഞ്ഞ് എത്രയും വേഗം ആറ്റിലൊരു കട്ടർ ഉണ്ടാക്കണം. മിണ്ടാതിരിക്കും ഹണി, എന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വിട്. ഇന്നെന്ത് നല്ല കാലാവസ്ഥയാണ്. നല്ല സുഖമുള്ള കാറ്റ്, നീല നിറത്തിലുള്ള ആകാശം, കറുപ്പും മഞ്ഞയുമായിട്ടുള്ള പൂച്ച, പച്ച നിറത്തിലുള്ള തത്തമ്മ, അവരോടൊപ്പം ഒരു ഡോഗിയും. വേഗം ഓടിക്കോ. അങ്ങോട്ടേക്കൊന്ന് നോക്ക്, നമ്മുടെ ബോട്ട്. എടാ ബണ്ണി, നീയും വേഗം വാ.
എന്റെ അമ്മച്ചി താങ്ക് യു. മറക്കില്ല, ഈ ഉപകാരം മറക്കില്ല. ഒന്ന് പോടാ അവിടുന്ന്. ഈ ബോട്ടൊന്ന് തുഴഞ്ഞിട്ട് മുന്നോട്ട് പോവാത്തത് കൊച്ചളിയാ? തുഴഞ്ഞാലേ പോകുള്ളൂ. ആ എന്നാ തുഴയാം. ഇങ്ങോട്ട്. എന്റെ കിറ്റി, എക്സാം വരുന്നത് കൊണ്ട് എല്ലാവർക്കും കുത്തിയിരുന്ന് പഠിക്കാം. എനിക്ക് ബോറടിക്കുകയാണ്. അവര് വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും കളി കളിക്കാം. എടാ, ഞാൻ ചീറ്റിംഗ് ചെയ്തതിന് വേണ്ടി സോറി. ഇന്നടാ പോപ്പട്ടെ, എന്റെ വക നിനക്കൊരു ചോക്ലേറ്റ്. ഇവൻ എന്താ പറ്റിയത്? തലക്ക് എന്തെങ്കിലും അസുഖം പിടിച്ചോ? അതിങ്ങി തന്നേക്ക്. ഒരു മിനിറ്റ്, ഇതിൽ സണ്ണിയുടെ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവും. ഒരു മിനിറ്റ്, എനിക്ക് ഈ ചോക്ലേറ്റ് വേണ്ട, ഇത് മതി. ഓക്കേ. എടാ, ഇത് നീ തന്നെ നിനക്ക് തന്ന പണിയല്ലേ? ഞാൻ മര്യാദയ്ക്ക് നോർമൽ ചോക്ലേറ്റ് നിനക്ക് തന്നതാ. എന്നാ നീ തന്നെയാണ് മുളക് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചതാ. എടാ വിട്ടോ, ഇത് നമ്മളെ ജയിക്കുള്ളൂ. അച്ഛാ, ഞാൻ എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ വെള്ളത്തിൽ ജീവിക്കാ? എനിക്ക് പുറലോകം കാണണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ. അതെയോ? എങ്കിൽ പോയി കണ്ടോ. അച്ഛാ, നമ്മൾ സൂര്യനിലാണ് ജീവിക്കുന്നത് എന്ന് അച്ഛൻ എന്താ ഇതുവരെ പറയാതിരുന്നേ? എടാ സണ്ണി, നമ്മളിൽ നിന്നും ഒരുപാട് ദൂരം മുന്നിലെത്തിയിരിക്കുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് അവന്റെ മുന്നിൽ എത്തണം. എന്നെ വെറുതെ വട്ടുപിടിപ്പിക്കരുത്. ഞാനിപ്പോ ആലോചിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ റേസിൽ നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നാണ്. എടാ കഴുതേ, രണ്ടുപേരും പറഞ്ഞത് ഒരു കാര്യം തന്നെയാ. വേഗം നീ തുഴയാൻ നോക്കണം അങ്ങോട്ട്. ഐഡിയ. കാക്ക പറക്കും, കഴുത പറക്കും, തത്തമ്മ പറക്കും. അങ്ങ് തോറ്റു, അങ്ങ് തോറ്റു. ഓ ഓ ഓ, കാർന്നോമാര് പറഞ്ഞത് സത്യം തന്നെയാണ്. ദാ പറക്കുന്ന കഴുത, ഞാൻ രക്ഷപ്പെട്ടു. അടികൈ. എടാ, ഈ സണ്ണി ചതിയൻ തന്നെയാണ്. ഞാൻ എന്തായാലും ഇതിലൊന്ന് ജയിച്ചു കഴിഞ്ഞോട്ടെ, എന്നിട്ട് അവന് കാണിച്ചു കൊടുക്കാം. എനിക്കെന്താ തോന്നുന്നു വെച്ചാ, ഈ സണ്ണി ഉണ്ടല്ലോ, ഇവൻ ജനിക്കുന്നതിന് മുമ്പേ ഒരു ചതിയനായിരുന്നു. സംശയമുണ്ടോ? എടാ, ഞങ്ങളിപ്പോ താഴോട്ട് പോകും. ഞങ്ങളെ വേഗം രക്ഷിക്ക. എന്നെ തനിച്ചാക്കിട്ട് നീക്ക് രക്ഷപ്പെട്ടു അല്ലേ? നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടാ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക. വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സണ്ണി തുള്ളിച്ചാടാൻ പോവാണ്. നമ്മൾ ഉടൻ തന്നെ സണ്ണിയെ രക്ഷിക്കണം. ആപത്തിൽപ്പെട്ടവർ ശത്രുവാണെങ്കിൽ കൂടി അവരെ രക്ഷിച്ചിരിക്കണം. അതെയോ? അവനെ രക്ഷിക്കണമെങ്കിൽ ഇപ്പൊ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. കാരണം നിനക്കല്ലേ നന്നായിട്ട് പറക്കാൻ കഴിയുള്ളൂ.
രക്ഷിക്ക്, രക്ഷിക്ക്, വേഗം രക്ഷിക്ക്. എടാ, നിങ്ങളെ ഞാൻ ചീറ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ വെള്ളത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. നിങ്ങൾ 4 പേരുമാണ് യഥാർത്ഥ വിന്നേഴ്സ്. സോറി ഗൈസ്. സനി, നിന്റെ ബോട്ട് എവിടെ പോയി? ചീറ്റിംഗ് ചെയ്ത് ഞാൻ ജയിക്കുന്നതൊക്കെ മറന്നു. അവസാനം വാട്ടർഫാൾസിന്റെ അടുത്ത് പോയി. ഇവരില്ലാതിരുന്നെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിൽ വീഴുന്ന് ആ ബോട്ട് പോലെ ആയെന്നെ. കൂട്ടുകാരെ, അടയ്ക്ക മടിയിൽ വെക്കാൻ കവുങ്ങ് വെക്കാൻ പറ്റില്ല. ആരുടെ ബോട്ടാണോ ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്യുന്നത് അവരായിരിക്കും യഥാർത്ഥ വിജയി. അടികൈ. സോ റിവർ റാഫ്റ്റിംഗിന്റെ ചാമ്പ്യൻസ്